പി ജയരാജൻ എങ്ങനെയാണ് ഈ ഒരു വിധി വന്ന സാഹചര്യത്തെ കാണുന്നത്? അതായത് ഒന്ന്, CPM-നെ കൊലയാളികളുടെ പാർട്ടിയായി ചിത്രീകരിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് CBI നിർവഹിച്ചത്. CBIയുടെ ഈ ഇടപെടലിനെതിരായിട്ട് CPM രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, കേരളത്തിലെ LDF സർക്കാർ ഈ കേസ് CBIക്ക് വിടുന്നതിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ചില വലതുപക്ഷ രാഷ്ട്രീയക്കാരൊക്കെ ഇതിനെ വിമർശിച്ചു. നികുതിപ്പണം ഉപയോഗിച്ച് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ടുള്ള ഈ കേസ് CBIക്ക് വിടുന്നതിനെതിരായിട്ട് അപ്പീലിൽ ഹൈക്കോടതിയുടെ മുമ്പാകെ പോയി, സുപ്രീം കോടതിയിൽ പോയി. ഇതൊക്കെ ആക്ഷേപമായിട്ട് ഉന്നയിച്ചതാണ്. യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഈ കേസിനെ സംബന്ധിച്ച് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തുകയും അവർക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CBI കോടതിയെ സമീപിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പിന്നീട് വിധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CBI എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല. അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് CBIയോട് ആവശ്യപ്പെട്ടത്. CBI അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിലാണ് CPM-ൻ്റെ നേതാക്കന്മാരെ CBI പ്രതി ചേർത്തത്. അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ 4 സഖാക്കൾക്ക്, 4 നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ, അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക്. പി ജയരാജനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. രാഷ്ട്രീയമായി ഉള്ള ഒരു നീക്കമായിരുന്നു നടന്നത് എന്നാണ് പറയുന്നത്. അന്വേഷണ ഏജൻസിക്ക് രാഷ്ട്രീയ ചായ്വുണ്ട് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ